ചേട്ടൻ എങ്ങനെ കുരയ്ക്കാം? കഴിക്കൂ, കഴിക്കൂ. വായയില് ഹലോ. അപ്പൊ നമുക്ക് ഒരു അമ്മൂട്ടി വന്നുട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി നമുക്കൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഹലോ, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാട്ടോ. ഒരു ഫുൾ ഡേ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ രാവിലെ 5 മണിക്ക് ഞാൻ എണീറ്റു. ഇന്നൊരു അമ്മൂട്ടിക്ക് ക്ലാസ് ഉള്ള ദിവസമാണ്. ഇത് നമ്മുടെ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലത്തെ ഒരു വീഡിയോ ആട്ടോ. ഞാനത് എടുത്ത് വെച്ചിട്ട് കുറച്ചായി. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫേസും നനയണേ മുന്നേ തന്നെ, ഞാൻ കൈ നനയ്ക്കണേ മുന്നേ തന്നെ നമ്മുടെ ഫേസ് യോക്ക് ചെയ്യും. ഒരു 15 മിനിറ്റിന്റെ അടുത്തേക്ക് ചെയ്യില്ല, ഒരു 10 മിനിറ്റ്. അതിനുശേഷം വന്നിട്ട് പിന്നെ നമ്മുടെ അടുക്കളയിലത്തെ പണികളാണ്. ഇന്ന് അമ്മൂന് ക്ലാസ് ഉള്ള ദിവസമാട്ടോ. ഇപ്പം അമ്മൂന് എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എടുത്തിട്ട് കുറച്ചായി. അപ്പൊ രാവിലെ ആദ്യം ചോറിനുള്ള വെള്ളം വെച്ചു. അതിനുശേഷം നമ്മൾ വെള്ളപ്പത്തിന് തലേദിവസം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മാവ് ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പൊ അത് നമുക്ക് ഉണ്ടാക്കണം. പിന്നെ അതിന്റെ കൂടെ സ്റ്റൂ ആണ് ഉണ്ടാക്കണേ. നമ്മുടെ എന്താ പറയാ, ഗ്രീൻ ബീൻസും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ട്, ഞാൻ പാറുട്ടിക്ക് ഇഷ്ടമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. അങ്ങനെ അതാണ് നമ്മളിന്ന് റെഡിയാക്കണത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്റെ കാര്യം കൂടി നോക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ടീസ്പൂൺ നെയ്യിലാണ് നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ നമ്മൾ ആ ഒരു ഗീ എടുത്തിട്ട് ഞാൻ നമ്മുടെ അടുപ്പ് കത്തുണ്ടല്ലോ ഓൾറെഡി. അപ്പൊ അതിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ആ ചൂടായിട്ടുള്ള ഉരുക്കിയ നെയ്യ് നമ്മൾ കഴിച്ചു. ഒപ്പം തന്നെ ഞാനിവിടെ എന്റെ ഡ്രിങ്ക് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അതിന് ശേഷം കുടിക്കും. നല്ലൊരു ചൂടോടുകൂടി തന്നെ കുടിക്കും. അപ്പൊ ഇത് നമ്മുടെ സ്റ്റൂവിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു പച്ചമുളകുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കൂടി കഴിഞ്ഞാൽ പിന്നെ പാറുട്ടി കഴിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പച്ചമുളകാണ് നമ്മൾ ചെയ്യണത്. പിന്നെ ഞാൻ തേങ്ങ നമ്മുടെ സ്റ്റൂവിന് വേണ്ടിയിട്ട് തലേദിവസം പൊട്ടിച്ച് വെച്ചു. പക്ഷെ അത് ചിരക്കി വെക്കാനുള്ള ടൈം കിട്ടിയില്ല. എല്ലാം നമുക്ക് കയ്യെത്തണില്ലല്ലോ. ഇപ്പൊ ഭയങ്കര ഒരു സിറ്റുവേഷൻ ആണ്. ഉണ്ണി ഒക്കെ ഓടി നടന്നു തുടങ്ങിയ കാരണേ എപ്പോഴും പുറത്തേക്ക് പോകും. അപ്പൊ ഒരു കണ്ണ് എപ്പോഴും വേണം. അപ്പൊ നമ്മുടെ വെള്ളപ്പം ഞാൻ പതുക്കെ ഉണ്ടാക്കുള്ളൂ. കാരണം അമ്മൂന് ഒരു 6:30 ആകുമ്പോഴേക്കും അമ്മൂന് ഫുഡ് വേണം. അപ്പൊ ഞാൻ 5 മണിക്ക് എണീക്കുന്നതല്ല. അപ്പൊ അപ്പൊ തന്നെ ഉണ്ടാക്കില്ല. ബാക്കിയുള്ള എളുപ്പപ്പണി ലാസ്റ്റ് വെക്കും. കുറച്ച് പാടുള്ള കറിപ്പണികളൊക്കെ ആദ്യം ചെയ്യും. നമ്മുടെ വെള്ളപ്പം ഇവിടെ ഓരോന്നോരോന്നായിട്ട് റെഡി ആവുന്നുണ്ട്. വെള്ളപ്പം റെഡി ആയിട്ടോ. അപ്പൊ അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ്, പാറുട്ടിക്ക് ഇഷ്ടമാണ്. പിന്നെ വീട്ടിലെ അപ്പച്ചനുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിക്കും. അപ്പൊ നമ്മുടെ സ്റ്റൂ ഞാൻ അതിന് തന്നെ കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്നു. കുറച്ച് നമ്മുടെ മുഴുവൻ മസാലയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇനി ചെറു ചൂടിലൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിങ്ങനെ ഉള്ളി കാച്ചിയെടുക്കും. ഞാൻ ചെയ്യണത്, നമ്മളിപ്പോ സ്റ്റൂവിൽ ഒരു പച്ചമുളക് ഇടണുള്ളൂ. അപ്പൊ അതുകൊണ്ട് വലിയവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും, എരിവ് കുറവായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ തക്കാളി ചട്നിയാണ് റെഡിയാക്കുന്നത്. ആദ്യം ഒരു 4-5 നമ്മുടെ വറ്റൽമുളക് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് പിന്നെ സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ട് മൂപ്പിക്കും. അതിനുശേഷം ഒന്ന് ബ്രൗൺ കളർ ആവണതിന്റെ അടുത്ത് കൂടെ നമ്മൾ തക്കാളി പെത്രണ്ണ വേണ്ട വെച്ചാൽ അത് അരിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കും. അങ്ങനെയാട്ടോ. നല്ല ചമ്മന്തിയാണ്, നല്ല ചട്നിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഇവിടെ നമ്മുടെ അമ്മു എനിക്കുണ്ടായിരുന്നു. അമ്മുനെ ഞാൻ 6 മണിക്ക് വിളിച്ചു. അപ്പൊ അവളെ ഏറ്റപ്പോ ഞാൻ ഭക്ഷണം, അതായത് കറി നല്ല ചൂടായിരിക്കും. അപ്പൊ അതുകൊണ്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അവൾക്കുള്ള വെള്ളപ്പം നമ്മൾ പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിൽ ഞാൻ കറി ഒഴിച്ചിട്ട് അങ്ങനെ ചൂടാറാൻ വെക്കിട്ടോ. പിന്നെ അവൾക്ക് ഈ ചട്നി ഇഷ്ടം. അപ്പൊ ആ ചട്നി റെഡി ആവണുള്ളൂ. തക്കാളി അവിടെ ഒന്ന് വഴന്ന് വരണം തക്കാളി. എന്നിട്ട് വേണം പൊടിയിട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഫുഡ് നല്ല ചൂടാ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് ഒഴിച്ചു വെച്ചു. ഇനി നമ്മൾ ഈ ഒരു തക്കാളി ഒന്ന് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പിന്നെ നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ആവിയിൽ മൂടിയിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ചൂടാറി ഒരു നേരി ചൂടിനെയും കുഴപ്പമില്ല, നന്നായിട്ട് ഇതിനെടുത്തിട്ട് അരച്ച് പേസ്റ്റ് ആക്കും. പിന്നെ വേറെ ഒന്നും ചെയ്യില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കൊന്നും ചെയ്യില്ല. വേണമെങ്കിൽ പൊട്ടിക്കാം, ഞാൻ പൊട്ടിക്കാറില്ല. ഇതാണ്. ഇത് നമുക്ക് ചോറിന്റെ പൊടിയും അതുപോലെ ദോശ, ഇഡ്ഡലിയൊക്കെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മൂട്ടീന്റെ ഡ്രസ്സ് തേക്കാനുണ്ടായിരുന്നു. അപ്പൊ അത് തേച്ചു. അങ്ങനെ ഇനി എനിക്കൊരു കുറേ പണികളാണ്. എന്താന്ന് വെച്ചാല് രാവിലെയാണ് എല്ലാ പണിയും ചെയ്യുക. അപ്പൊ മുറ്റടിക്കാനുണ്ട്, മുറ്റം അടിക്കും. അതുപോലെ തന്നെ പാറുട്ടി ഇപ്പം മുറ്റത്താകെ നടക്കുന്നുണ്ട്. എന്നും മുറ്റടിക്കണം. കാരണം എന്തെങ്കിലും ഒരു കുഞ്ഞു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ മതി അത് വായിലിടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാ. പിന്നെ നിറയെ ഈ പൂവ് നമ്മുടെ ഈ ബോഗൺവില്ലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിറയെ അതിന്റെ ഓരോ ഐറ്റംസ് താഴെ വീണെടുക്കണം. കൊമ്പും അതുപോലെ മുള്ളൊക്കെ ഉള്ളതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മുറ്റം എത്ര സമയമെങ്കിലും നേരെ ഞാൻ മുറ്റടിക്കാറുണ്ട്. ഉണ്ണി എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുന്നേ. അതിന്റെ ഇടയിൽ മുറ്റം പകുതി അടിച്ചു വരുമ്പോഴേക്കും അമ്മു വന്നിട്ട് അമ്മുവിന് മുടി കെട്ടിക്കൊടുക്കാറുണ്ട്. അപ്പൊ അത് വേണം കെട്ടിക്കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ഈ ചെടിച്ചട്ടികൾ നിൽക്കുന്നത് നമ്മുടെ തുളസി ആട്ടോ. ഞാൻ തുളസിയുടെ ബേസിൽ സീഡ് വാങ്ങിച്ചിട്ട് നട്ടിട്ടുള്ളതാണ്. ഇത് നമ്മുടെ സ്കിൻ കെയറിനും എടുക്കാം. പിന്നെ ഞാൻ അമ്മുവിനെ എന്നും തുളസിയുടെ തുളസി കതിര് പൊട്ടിച്ചിട്ട്
നമ്മുടെ മുടിയുടെ ഉള്ളിൽ വെച്ചു കൊടുക്കും. അത് നമുക്ക് ഈ പേനീരൊന്നും അധികം കൂടുതലാവാണ്ടിരിക്കാനോ അല്ലെങ്കിൽ വരാതിരിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഇത് ഭയങ്കര മണമുള്ളതാട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അമ്മുവിന് പോക്കറ്റിൽ ഒരെണ്ണം വെച്ചു കൊടുക്കും. അപ്പൊ അമ്മ അതിടയ്ക്ക് നമുക്ക് ഈ തുമ്മലൊക്കെ വരില്ല, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് സ്മെല് ചെയ്താൽ നല്ലതാണ്. അങ്ങനെ ചെയ്യും. പിന്നെ അമ്മു പിന്നെ ബാക്കി അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ ചെയ്യും, ബാഗ് എടുക്കലും ഒക്കെ. അപ്പൊ പിന്നെ ഫുഡൊക്കെ അവൾക്ക് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ബാഗിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ അത് എടുത്ത് വരുമ്പോഴേക്കും ഞാൻ എന്റെ ബാക്കി മിറ്റടിയും കൂടി തീർക്കാന്ന് വെച്ചു. കാരണം എന്ന് വെച്ചാൽ അമ്മൂട്ടി പാർക്കേറ്റി പിന്നെ ഒന്നും നടക്കില്ല, അവിടെ കിടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്ത് വരുമ്പോഴേക്കും അമ്മു റെഡിയായി വരും. അപ്പൊ പിന്നെ വേഗം തീർത്തോണ്ടിരിക്കാട്ടോ. അപ്പോഴേക്കും അമ്മ വന്നു. പിന്നെ അമ്മുവിന് ട്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവള് നേരത്തെ പോവും. അതായത് ഒരു 7:15 അവൾ ഇറങ്ങും. അപ്പൊ ഉമ്മ ചോദിക്കുന്നതാണ് കേട്ടോ, ഒന്നും വിചാരിക്കണ്ട, കൈ നീട്ടിയിട്ട് ഉമ്മ ചോദിക്കണ്ട, പിന്നെ എനിക്ക് തരുന്നത് കേട്ടത്. പിന്നെ അവളിങ്ങനെ സെറ്റർ ഇട്ടിട്ടാ പോവാ. ഒന്നാമത്തെ അവൾക്ക് അലർജി, തണുപ്പ് ഭയങ്കര പ്രശ്നമാണ്. അപ്പം തണുപ്പിന്റെ അലർജി ഉണ്ട്, പൊടിയുടെ അലർജി ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബൈക്കിൽ പോകുമ്പോൾ അവിടെ നിന്നുള്ള പ്രഷർ, കാറ്റും നമ്മുടെ മേത്തിക്കെല്ലാം അടിക്കാം. അപ്പൊ അച്ഛനും അതേ മോൾക്കും അത് തണുപ്പ് പറ്റില്ല. അതായത് കാറ്റിന് അടിക്കുമ്പോഴേ ഭയങ്കര പ്രശ്നം. അപ്പൊ അത് രണ്ടുപേരും എന്താ പറയാ കൂടി അല്ലെങ്കിൽ സെറ്ററൊക്കെ ഇട്ടിട്ട് പോവാട്ടോ. എന്റെ പിന്നത്തെ പണി എന്ന് പറഞ്ഞാല് പാറുട്ടി ഇപ്പോഴും ഉറക്ക തന്നെയാണ്. അപ്പൊ എണീറ്റില്ലെങ്കിൽ ഞാൻ എന്നും ചെയ്യുന്നതാണ്. നമ്മുടെ പുൽത്തൈലം, നമുക്ക് ഫ്രഷ് പുൽത്തൈലം നമുക്ക് മേടിക്കാൻ കിട്ടും ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ. അത് നമ്മൾ മേടിച്ചിട്ട് കുറച്ച് റേറ്റ് കൂടുതലല്ല കേട്ടോ. അത് മേടിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ ഒരു 5-6 ഡ്രോപ്പ് മിക്സ് ചെയ്തിട്ട് മിറ്റടിച്ച് കഴിഞ്ഞാൽ എല്ലാവിടെയും കളിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ണിയൊക്കെ നടന്ന് കളിക്കണമെന്നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ടിപ്പൊക്കെ ഉള്ളതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ തെളിക്കും. തെളിച്ചെന്ന് പറഞ്ഞാല് ഈച്ചയൊക്കെ പോവും, അതേപോലെ നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ നല്ലതാ പുൽത്തൈലം തെളിക്കുന്നത്. ഇത് നമ്മൾ അകത്ത് 2-3 ഡ്രോപ്പ് ഞാൻ എന്താ പറയാ ഇട്ടിട്ടാണ് തുടക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അത് വലിയ പ്രശ്നമില്ല. മറ്റുള്ള ഒരു എന്താ പറയാ പുറത്തുനിന്ന് മേടിക്കുന്ന ലിക്വിഡിനേക്കാളൊക്കെ നല്ലതായത്. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത പണി നമ്മുടെ ചെടി നനയ്ക്കുക എന്നുള്ളതാണ്. ടിപ്പുവിന് പിന്നെ ഞാൻ എന്നും ചെടി നനയ്ക്കുമ്പോൾ ഈ വെള്ളം പൈപ്പിൽ നിന്ന് കുടിക്കണം എന്നുള്ളത് നിർബന്ധം. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ അത് വന്ന് കുടിച്ചാവും പോയി. ചേട്ടൻ അങ്ങനെ പിന്നെ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഈ നേരത്തൊക്കെ പാറുട്ടി ഉറങ്ങാണ്. പിന്നെ എന്തെങ്കിലും വയ്യായി അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമില്ലായ്മ വന്നാൽ മാത്രം നമ്മൾ എണീക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് ഈ സമയത്തൊക്കെ ഉറങ്ങും. കാരണം രാത്രി അധികം ഉറക്കമില്ല, രാത്രി ഇങ്ങനെ പാൽ കുടിച്ചുകൊണ്ടേയിരിക്കും. ഉറക്കം പറഞ്ഞാൽ ഉറങ്ങും, പക്ഷെ ഇപ്പൊ ആദ്യം മയക്കാണ്. പക്ഷെ ഈ പുലർച്ചെ തുടങ്ങിയിട്ട് ഒരു 8-8:30-9 മണി വരെയാണ് നല്ലോണം ഉറങ്ങുക. ഹലോ, അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു എന്താ പറയാ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ ഒരു തച്ച് പണി കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തെ ഉച്ചക്കാലത്തെ കറി ഇതവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പും കുമ്പളങ്ങയും മാങ്ങയും കൂടിയിട്ട് ഇങ്ങനെ അരച്ച് വെക്കില്ലേ കറി, ജീരകമൊക്കെ ഇട്ടിട്ട് അങ്ങനെ തേങ്ങയിട്ട് വെക്കുന്നതാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ വേവിക്കാൻ വേണ്ടി പരിപ്പും കുമ്പളങ്ങയൊക്കെ അടുപ്പത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ എന്താ പറയുക, ഞാൻ ഓൾറെഡി പറയാറുണ്ട് നമ്മുടെ കുക്കുംബറിൻ്റെ ആ ഒരു ഡ്രിങ്കില്ലേ അത് കുടിക്കുകയാണ്. അപ്പോൾ കുറേ വിശേഷങ്ങളുണ്ട് പറയാനായിട്ട്. പിന്നെ ഉണ്ണി എണിക്കുന്ന സമയം വരെയാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള തിരക്കായി ഭയങ്കര ഒരു ഇത് കൂടിയാണ് കടന്നു പോണത്. കാരണം എന്ന് വെച്ചാൽ ശരിക്കും ഉറക്കക്കുറവ്, അതേപോലെ തന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ, നമ്മുടെ വീഡിയോൻ്റെ കാര്യങ്ങൾ, പിന്നെ ഉണ്ണിയുടെ പുറകെ ഉണ്ണി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവിടെയും പോവും. നമുക്കൊരു നിമിഷം കണ്ണ് തെറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ഇതിലാണ്. പിന്നെ അപ്പച്ചനുണ്ട് ഇവിടെ. അപ്പച്ചൻ നമ്മുടെ വീട് പണി നടക്കുന്നുണ്ട്, തൃക്കൂരത്തെ വീട്. അപ്പോൾ പൊളിച്ചു കംപ്ലീറ്റ് വാർക്കാനാണ്. അപ്പോൾ ആ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അമ്മ മഠത്തിലാണ്. കാരണം വെച്ചാൽ അമ്മ അവിടെ ജോലി എടുക്കണ സിസ്റ്റേഴ്സ് പറഞ്ഞാൽ അവിടെയാണ് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. സിസ്റ്റേഴ്സ് കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് വീട് പണിയണത്. അപ്പോൾ അമ്മ മഠത്തിൽ നിൽക്കുന്നു. അമ്മയ്ക്ക് പിന്നെ അവിടെ ജോലി ഉണ്ടല്ലോ, പിന്നെ അമ്മ അവിടെ നിൽക്കുന്നു. അപ്പോൾ അപ്പച്ചനെ ഞാനും ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ അപ്പം ഇനി ഒരു 2-3 മാസം അപ്പച്ചോടി ഉണ്ടാവും. വീട് പണി നമ്മൾ മഴക്കാലം ആകുമ്പോഴേക്കും കഴിയണം എന്നാണ് വിചാരിക്കണത്. അപ്പോൾ അതുവരെ ഉണ്ടാവും. അങ്ങനെ അപ്പം അപ്പച്ച ഉറങ്ങുക. പിന്നെ ചേട്ടൻ അമ്മൂട്ടീനെ കൊണ്ടാക്കാൻ വേണ്ടി പോയി. അതെ, ചേട്ടൻ വന്നു, വണ്ടി ഗേറ്റ് തുറക്കണ സൗണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും ഒരു അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളതും. കുറെ പേര് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്നും പറഞ്ഞിട്ടോ. നമ്മുടെ കുക്കുംബറിന്റെ ഒക്കെ ഡ്രിങ്ക്, പുതിനില, അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കൊക്കെ ഇട്ടിട്ട് ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നി. പിമ്പിൾസിനാണെങ്കിലും സ്കിന്നിനും ഒക്കെ ബോഡിക്കും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. കുടിക്കാൻ കുറച്ച് പാടൊക്കെ ഉണ്ട്, മുഖം ഇങ്ങനെ കശപിശാതെ ഇരിക്കുക, പക്ഷെ നല്ലതാണ് കുടിച്ചു കഴിഞ്ഞാല്. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ എപ്പോഴും ഇരിക്കാൻ സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാല്. അപ്പോഴേക്കും എണീക്കും. അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് കുടിക്കുമ്പോഴേക്കും എണീറ്റു. ഹലോ, ഗുഡ് മോർണിംഗ്. പാറക്കുട്ടി ഏറ്റുട്ടാ. ഗുഡ് മോർണിംഗ് മഞ്ഞി. ഗുഡ് മോർണിംഗ്. എന്നിട്ട് എന്തൊക്കെയുണ്ട്, കുറെ കാലായില്ല നമ്മളിങ്ങനെ കണ്ടിട്ട്.
പാറക്കുട്ടിയുടെ കുറുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ, കാണാൻ കിടക്കണല്ലോ, കാണാൻ കേൾക്കണുള്ളൂ. കുറുമ്പത്തി പേറാണല്ലേ. പാപ്പ കഴിക്കണോ? നമുക്ക് കാലത്തായിട്ട് ഞാൻ പാപ്പ കഴിക്കണം. എന്നിട്ട് പാപ്പ വേണ്ടേ? പാപ്പ മാമയാണോ പാപ്പയാണോ? മാമയാണോ പാപ്പയാണോ? പയ്യോ മാമയാണോ പാപ്പയാണോ? ഏതാ വേണ്ടേ? പാപ്പ മാമ പാപ്പ? പല്ല് തേക്കൂട്ടോ. 2 പല്ല് വന്നു, 4 പല്ല് വന്നിട്ടുണ്ട് ടോട്ടല്. ഞങ്ങള് പല്ലൊക്കെ തേക്കും. എന്നിട്ടാണ് ഞങ്ങള് കണ്ട് കടിച്ച ഈങ്ങോട്ട് ഇങ്ങോട്ട് പല്ലേക്കൂട്ടാ. എന്നിട്ട് ഞങ്ങള് പാപ്പ കഴിക്കുള്ളൂ. പല്ലൊക്കെ തേച്ച് ഇന്ത്യയായി പാപ്പ കഴിച്ചില്ലേ? പാപ്പ പാറക്കുട്ടിക്ക് അങ്ങനെ മുഖമൊക്കെ കഴിച്ചു ഫ്രഷ് ആയി വന്നപ്പോഴാണ് അങ്ങനെ ഒന്ന് മുഖമൊക്കെ കഴിക്കുമ്പോഴേ ഒരു ഫ്രഷ് ആവും. പിന്നെ അവള് കുറച്ച് മെലിഞ്ഞ ടൈപ്പാണ്, കാരണം ചേട്ടൻ്റെ ഒരു ടൈപ്പാണ് തോന്നുന്നുണ്ട് അവള്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കും, പക്ഷെ ശരീരം അങ്ങനെ വണ്ണം വെക്കില്ല കേട്ടോ. പിന്നെ എനിക്കങ്ങനെ വണ്ണം വേണമെന്നില്ല, അവൾ അത്യാവശ്യം കഴിക്കുന്നുണ്ട്, അത് മതിയല്ലോ. അപ്പൊ അവൾക്ക് കൊടുക്കുന്നത് ഒരു വെള്ളപ്പം, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൂ, അത് അവൾക്ക് ഭയങ്കര ഇഷ്ടം. ഒരു വെള്ളപ്പം മുഴുവനും കഴിക്കില്ല, പക്ഷെ ഒരു അര അല്ലെങ്കിൽ മുക്കാൽ കഴിക്കും. പിന്നെ അവളുടെ ചില സമയത്ത് അവൾക്ക് എന്തോ ഒരു വല്ല സുഖമില്ലായ്മ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ തീരെ കഴിക്കാതിരിക്കുക. പിന്നെ പാൽ അത്യാവശ്യം കുടിക്കും, അതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അങ്ങനെ വലിയ കനല്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞാല് ഞാൻ എന്റെ ഫുഡ്, അപ്പൊ ഇന്ന് എനിക്ക് എന്താ പറയാ പേരയ്ക്കൊന്നും വാങ്ങാൻ പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്ന് കാലത്ത് തന്നെ എനിക്ക് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗോതമ്പിന്റെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട്, അപ്പൊ അത് ഞാൻ കുറച്ചെടുത്തു. പിന്നെ സ്റ്റൂ എടുത്തു. പിന്നെ ഒരു മുട്ട നിർബന്ധമായിട്ട് ഞാൻ കഴിക്കാറുണ്ട്, ജസ്റ്റ് ഒരു നുള്ളു കുരുമുളക് ഇട്ടിട്ട് മുട്ട. അപ്പൊ അത് ഞാൻ അങ്ങനെ കഴിക്കാട്ടോ. അപ്പൊ അമ്മ പിന്നെ വൈകുന്നേരമാണ് വരാൻ പോകുന്നത്, ഫുൾ ഡേ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ സാധാരണ രാവിലെ ഇങ്ങനത്തെ ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറില്ല. പിന്നെ ഞാൻ സാധാരണ ഇങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് അറിയണതല്ലേ, നമ്മുടെ പേരയ്ക്ക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാം. പക്ഷെ അത് ഇപ്പൊ മേടിക്കാൻ പോകാൻ പറ്റിയില്ല, കഴിഞ്ഞ ദിവസം തീർന്നിട്ട്. അപ്പൊ ഞാൻ എല്ലാവരും കഴിക്കേണ്ട അവിടെ ഇരുന്നിട്ട്, അപ്പൊ ഞാനിങ്ങനെ ഇവിടെ നിന്ന് കഴിക്കാന്ന് മാത്രം. പിന്നെ ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കൂടും. അപ്പൊ പോവാനാണ് ഇപ്പൊ ഇവിടെ ഇരിക്കേണ്ട, ഇറങ്ങി പോവാനായിട്ട്, ആളെ പിടിക്കാനായിട്ട്. അപ്പൊ പാർട്ടീനെ കുളിപ്പിക്കാൻ പോകും. അപ്പൊ ഭക്ഷണം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്ന വൈറ്റമിന്റെ സിറപ്പ് കൊടുക്കുന്നുണ്ട്, പിന്നെ അവിടെ ലോഷൻ, പിന്നെ അതുപോലെ തന്നെ ഇത് അവൾക്ക് മെയിൽ തേച്ച് കുളിപ്പിക്കുന്ന പൗഡറാണ്. അതുപോലെ തന്നെ അവളുടെ എണ്ണ കാര്യങ്ങളൊക്കെ ആട്ടോ, തല തേക്കുന്ന എണ്ണ, അങ്ങനെയൊക്കെയാണ് ഇരിക്കണേ. അപ്പൊ നേരെ കുളിപ്പിക്കും. ഫുഡ് കഴിഞ്ഞു, പാർക്കുട്ടീനെ കുളിപ്പിച്ചു. പാർക്കുട്ടി ഉറങ്ങിയിട്ടില്ല കേട്ടോ, അവിടെ ഉണ്ട്. അപ്പൊ ഞാനിനി എന്റെ സ്കിൻ കെയർ ചെയ്യാൻ പോവാണ്. ഈ സമയത്താണ് സ്കിൻ കെയർ ചെയ്യാൻ എനിക്ക് നേരം കിട്ടുള്ളൂ. അപ്പൊ ഞാൻ നമ്മുടെ ഫേസ് വാഷ് അപ്പം നിങ്ങൾക്ക് നോക്കിയറിയാം എൻ്റെ സ്കിന്നിൽ ഇപ്പോൾ എന്താ പറയുക പാടുകളോ പിമ്പിൾസ് ഒന്നും ഇല്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ റുട്ടീൻ കറക്റ്റായിട്ട് റുട്ടീൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ എപ്പോഴും ഒരു കുരു എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ പീരിയഡ്സ് ആയാലും ഈ മാസമൊന്നും കുരുവേ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്ത് നോക്കൂ. വെള്ളം കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റീവ് ആട്ടോ. നമുക്ക് വെയിറ്റ് ലോസിനാണെങ്കിലും, വെയിറ്റ് ലോസിനല്ല, മെയിനായിട്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ. അതിന് ശേഷം ഞാൻ വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ടോണർ അടിച്ചു കൊടുത്തു, മുഖമൊക്കെ കഴുകി വന്നിട്ട്. പിന്നെ ഇത് വന്നിട്ട് കോസറക്സിന്റെ ഒരു സെറാമൈഡിന്റെ ഒരു ടോണറാണ്. ഇതൊരു മിസ്റ്റാണ്. ഇത് ഏകദേശം കഴിയാറായി, ഞാൻ ഫുൾ ബോട്ടിൽ യൂസ് ചെയ്തു. പക്ഷെ എനിക്ക് രണ്ടാമത് മേടിക്കുമ്പോൾ എപ്പോഴും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഞാൻ രണ്ടാമത് മേടിച്ചിട്ട് വേണം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ. അപ്പൊ ഞാൻ വെറുതെ ഒരു ബോട്ടിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ പറയും ഞാൻ നുണ പറയാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബോട്ടിൽ ഫുള്ള് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പുതിയ ബോട്ടിലും കൊണ്ട് വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചേട്ടോ. അതാണ് ഞാൻ സിറങ്ങളൊക്കെ ഒന്ന് അബ്സോർബ് ആയതിനു ശേഷം മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സൺക്രീം ഇട്ടു. സൺക്രീം ഇപ്രാവശ്യം എന്താണെന്ന് അറിഞ്ഞൂടാ, കുറച്ച് ഞാൻ സെയിം ഉപയോഗിക്കുന്നത് തന്നെയാണ്, പക്ഷെ കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് മാതിരി ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആവും. എല്ലാ പ്രാവശ്യം നല്ല സൺക്രീം ആയിരുന്നു ഈ സെൻട്രിയുടെ കിട്ടിയിരുന്നത്, പക്ഷെ ഇപ്രാവശ്യം എന്തോ അവർ മേക്കിംഗിൽ എന്തോ പ്രശ്നം വന്നിട്ടുണ്ടെന്നുണ്ട്. കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും കേട്ടോ.
അതിനുശേഷം ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു. അതൊന്നും തുടക്കണില്ല, കാരണം കഴിഞ്ഞ ദിവസം തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടിച്ചു വരും, കാരണം പാറുട്ടി അതൊക്കെ എടുത്ത് വയലിടുന്നുണ്ട്, നന്നായിട്ട് എല്ലാവിടെയും അടിച്ചു വരും. അതിനുശേഷം ഞാൻ പിന്നെ പാറുക്കുട്ടിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്, പഴമോ അല്ലെങ്കിൽ എന്താ പറയാ ക്യാരറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വേവിച്ചിട്ടോ, അല്ലെങ്കിൽ ഇതിപ്പോ ആപ്പിളാണ് കൊടുത്തേട്ടോ, ആപ്പിൾ കുഞ്ഞു 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 കഷ്ണാക്കിയിട്ട്, അതായത് അവൾക്ക് ഇങ്ങനെ എടുത്ത് ചങ്കിലൊന്നും ഇരിക്കാതെ എടുത്ത് കടിക്കാൻ പറ്റണ കഷ്ണാക്കിയിട്ട് കൊടുക്കും. വലിയ പാത്രത്തിൽ വെച്ചു കൊടുക്കും. പിന്നെ സ്റ്റൂളിലൊന്നും ഇരുത്തണില്ല കേട്ടോ, സ്റ്റൂളൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ അല്ല ചെയറിലൊന്നും. അതിനുശേഷം പിന്നെ വെള്ളം വെച്ചു കൊടുക്കും കേട്ടോ. കഴിക്കൂ, കഴിക്കൂ, വായയില് കഴിക്കൂ, പാർക്കുട്ടിയുടെ വായയില് വെച്ചു, വെക്കൂ. പാറുട്ടിന്റെ അമ്മയ്ക്കല്ല, പാറുട്ടി പാർട്ടി കഴിക്ക്, കഴിക്ക്, അവിടെ ഇരുന്ന് കഴിക്ക്, അവിടെ ഇരിക്കേ. ഹലോ, അപ്പോൾ പാറുട്ടി ഇറങ്ങി. ഞാൻ എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിച്ചു. ചേട്ടൻ നമ്മുടെ ഓഫീസിലേക്ക് പോയി കേട്ടോ, നമ്മുടെ ഷോപ്പിലേക്ക് പോയി. അങ്ങനെ അപ്പോൾ എനിക്ക് നേരെ കൊരിയർ വന്നത് നയിക്കേന്ന്. അപ്പോൾ കൊരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷു വരല്ലേ, അപ്പോൾ അടുത്ത മാസം. അപ്പോൾ വിഷു വരുമ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ അറിയില്ല കേട്ടോ, ചിലപ്പോൾ മാർച്ചിലാവും. അപ്പോൾ വിഷു വരുമ്പോൾ ഞാൻ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഞാൻ ഒരു 7 അല്ലെങ്കിൽ ഒരു 4 ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കുക. നമ്മൾ കഴിഞ്ഞ കൊല്ലം എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഉണ്ണിയുള്ളതുകൊണ്ട് എനിക്ക് അധികം അങ്ങനെ അങ്ങോട്ട് വലിയ കാര്യമായിട്ട് അങ്ങനെ പറ്റിയിരുന്നില്ല, ഉണ്ണി ചെറുതല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇക്കൊല്ലം കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കണം. എനിക്ക് പറ്റണമെന്ന് അറിയില്ല, എനിക്ക് പറ്റണം. TV വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് സൗണ്ടുള്ള കാര്യം ഞാൻ അടുക്കളയിൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ 2 ബോക്സ് വന്നിട്ടുണ്ട് നൈക്കേന്ന്. ഞാനിങ്ങനെ നോക്കി ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, എൻ്റെ പൈസ കൊടുത്തിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഷോർട്ടായിട്ട് ചെയ്യാം. ഇതിലാവുമ്പോഴേ കുറേ ലെങ്ത് ആവും. അപ്പോൾ അൺബോക്സിങ് ആകുമ്പോൾ ഷോർട്ട് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പെട്ടെന്ന് 1 മിനിറ്റിൽ കണ്ടുപോകാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറച്ച് സമയമൊക്കെയാണ് ഇങ്ങനെ കിട്ടുക. അപ്പോൾ ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോ എടുക്കുന്ന സമയവും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയം കേട്ടോ, ഈ ഒരു ഗ്യാപ്പ്. അപ്പോൾ ഞാൻ പുലർച്ചെ എണിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പണിയും ഞാൻ നേരത്തെ കൂട്ടി ഉച്ച കഴിഞ്ഞിട്ടുള്ള പണി വരെ, അതായത് വൈകുന്നേരത്തെ പണിയല്ല, ഫുഡിൻ്റെ ഉച്ച വരെയുള്ള ഫുഡിൻ്റെ ഭക്ഷണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിക്കും. പിന്നെ ഈ സമയമാകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയും എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടി ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഉണ്ണി ഉറങ്ങാന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഉറങ്ങുള്ളൂ. ഇപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനി വൈകുന്നേരം നോക്കിയാൽ മതി, ഇനി ഉറങ്ങില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നിനും നിൽക്കണില്ല, ഒക്കെ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ. പിന്നെ ശിവരാത്രി ആണ്, ഇപ്പം ഞാൻ അമ്മുവിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ അതിന് പഠിപ്പിക്കേണ്ടി, ഒരെണ്ണം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മു വന്നിട്ട് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാനായിട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ സമയത്ത് ഞാനൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ, ഞാൻ കാര്യമായിട്ടൊന്നും. കാരണം സാധാരണ ഞാൻ രാവിലെ പേരയ്ക്ക് അങ്ങനത്തെ എന്തെങ്കിലും എഗ്ഗൊക്കെ കഴിക്കാറ്. ഇന്നിപ്പോൾ കാര്യമായിട്ട് കഴിച്ചുകൊണ്ട് എനിക്ക് പിന്നെ വിശക്കണമില്ല, അപ്പോൾ ഒന്നും കഴിക്കില്ല. ഇനി ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കും. പിന്നെ എൻ്റെ ഫുഡടി കഴിഞ്ഞു. ഉച്ചയ്ക്കാണ് മെയിനായിട്ട് കഴിക്കുക. പിന്നെ വൈകുന്നേരം 4 മണിയാകുമ്പോൾ ചായ കുടിക്കും, അവസാനിപ്പിക്കും, അത്രേ ഉള്ളൂ. അതാണ് ഫുഡടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവറായിട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 30+ ഒക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാരൻസിന് എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളിപ്പോഴേ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വരും, പക്ഷെ കുറച്ചും കൂടി ഡിലേ ആയിട്ടാവും വരിക. അപ്പോൾ എന്തായാലും ഞാനൊരു ഷോർട്ട് എടുക്കാൻ പോവാണ് ഇതിൻ്റെ. അപ്പോൾ ഈ ഡ്രസ്സ് മാറിയിട്ട് വേണം ഷോർട്ട് എടുക്കാനായിട്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ മുകളിലേക്കൊന്നും പോകണില്ല, ഇവിടെ ഇരുന്നിട്ട് എടുക്കാമെന്ന് വിചാരിക്കണേ. ഓക്കെ, അപ്പോൾ അത് എടുത്തിട്ട് ഇനി അപ്പോഴേക്കും ഇരിക്കും. അപ്പോൾ അപ്പച്ചൻ്റെ അധികം ഇരിക്കില്ല, കാരണം അപ്പച്ചന് അധികം പരിചയം എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ 2 ആഴ്ച കഴിഞ്ഞ് ഇവിടെ വന്നിട്ട്, പക്ഷെ എന്നാലും ആൾക്ക് എപ്പോഴും അമ്മ എന്ന് വിളിച്ചിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര വാശിയാവും. അപ്പോൾ അവളെ എനിക്ക് മുന്നേ എടുക്കട്ടെ കേട്ടോ.
അപ്പൊ ഞാൻ നമ്മുടെ വീഡിയോ എടുത്തു. ഞാനൊരു ഐ ഷാഡോന്റെ ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ ഒരു ഷോർട്ടുകൾ എടുക്കാണ്ടുണ്ട്, അത് എടുത്തു. അതിനുശേഷം ഞാൻ പാർക്കുട്ടിക്ക് അപ്പൊ എന്നും ഞാൻ ചോറൊന്നും കൊടുക്കാറില്ല കേട്ടോ. ഇന്നിപ്പോ പാർക്കുട്ടിക്ക് ഗോതമ്പിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഗോതമ്പിന്റെ ദോശ ഉണ്ടാക്കാം, കുറച്ച് നെയ്യൊക്കെ തൂയിട്ട്. അപ്പൊ ഗോതമ്പ് ദോശ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരെണ്ണം മുഴുവൻ കഴിക്കൊന്നുമില്ല, എന്നാലും അതിന്റെ കുറച്ചൊക്കെ ഒരു മുക്കാഭാഗമൊക്കെ തിന്നും. അപ്പൊ ചിലപ്പോ എരിവില്ലാത്ത ഞാൻ ഇപ്പൊ സ്റ്റൂ ഉണ്ടാക്കിയില്ല, സ്റ്റൂവിലൊക്കെ മുക്കും, ചിലപ്പോ തന്നെ തിന്നും. അങ്ങനെയാ. അപ്പൊ ഇങ്ങനെ എപ്പോഴും ചോറ് കൊടുക്കണം എന്ന് നിർബന്ധിച്ച് ഞാൻ അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. പിന്നെ ആൾക്ക് ഭക്ഷണം കുറച്ച് പുറകിലോട്ടാ. കണ്ടു പുന്നാ തുമ്പൂച്ചണ മാമ തിന്നു തുമ്പൂച്ച. എന്നാ ഞങ്ങള് പൊട്ടൊക്കെ കുത്തി കണ്ണൊക്കെ എഴുതി ചുന്നിരിയായില്ലോ. അതാ അതാ പൊട്ട്. എന്തേലും കിട്ടി കഴിഞ്ഞാൽ ഞാൻ കാണിക്കും. എങ്ങനെ കാണിക്കും പാറക്കുട്ടി? പൂച്ച എങ്ങനെ കരയാ? പൂച്ച എങ്ങനെ കരയാ? പൂച്ച എങ്ങനെ കരയാ? ടിപ്പുച്ചേട്ടൻ എങ്ങനെ കുരയ്ക്കാം? ടിപ്പുച്ചേട്ടൻ. കാക്ക എങ്ങനെ കരയാ? കാക്കെങ്ങനെ കരയാ? കാക്കേ 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 കൂടെ വേടി കൂട്ടിനകം. ഡാൻസ് ഭയങ്കര ഇഷ്ടം, അങ്ങനെ തുള്ളും. അപ്പൊ ഞാൻ ദോശ എടുക്കട്ടെ. അല്ലാണ്ട് ഡ്രൈ ആയി കഴിഞ്ഞാലേ കഴിക്കാൻ പറ്റില്ല, ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കണം. അപ്പൊ ഞങ്ങൾ ദോശ കഴിക്കാൻ പോവാണ്. ഉച്ചയാവാറായി. പാറക്കുട്ടി ഉറങ്ങി കഴിഞ്ഞിട്ട് അപ്പാപ്പൻ്റെ അടുത്തായിരുന്നു. അപ്പൊ ഞാനിത് എടുക്കുന്ന നേരം കൊണ്ട് അപ്പാപ്പൻ എടുത്തിരിക്കായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി പാപ്പ കഴിക്കട്ടെ. അപ്പോ നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡ് ചീരത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാലത്ത് ചേട്ടൻ കുറച്ച് കഞ്ഞിക്കെടുത്തു. പിന്നെ ഇത് നമ്മുടെ മാങ്ങയും പരിപ്പും കുമ്പളങ്ങയും കൂടിയിട്ട് അരച്ച് വെച്ചതാണ്, അതുണ്ട്. പിന്നെ ഇത് എൻ്റെ എന്താ പറയുക, നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവ്. പിന്നെ ഇത് നമ്മുടെ ബ്രൗൺ റൈസ് ചേട്ടന്. ഇത് അപ്പച്ചന് ബ്രൗൺ റൈസ് അവർക്ക് പല്ല് കുറച്ച് പോയിരിക്കുക, പല്ല് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് മൊരുമ്പം പോലെയല്ലേ. അപ്പച്ചന് വൈറ്റ് റൈസ്. പിന്നെ ഇത് നമ്മുടെ കാലത്ത് കഴിഞ്ഞു ചൂവ. അതെന്താ, ഇത് ഞാൻ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയത്. അത് നമ്മുടെ 2 വെള്ളപ്പം ബാക്കിയുണ്ട്. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡ്. ഹലോ. അപ്പോൾ ഏകദേശം 4 മണി ആവാറായിട്ടാണ് നമ്മൾ. അപ്പം ഞാൻ ഒരു പിടുത്തം കപ്പലണ്ടി കഴിക്കണം. അപ്പം ഞാൻ പാർക്കുട്ടിക്ക് കൊടുക്കും. പാർക്കുട്ടി ഇങ്ങനെ പൊടിച്ചിട്ട് നല്ല പൊടിയാക്കിയിട്ട് അവൾക്ക് കൊടുക്കുമ്പോൾ അവൾ കഴിക്കും. അപ്പോൾ പറയാൻ വന്നത്, ചേട്ടൻ അമ്മൂട്ടീനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. പിന്നെ മൺഡേ ആണ്, പക്ഷെ അമ്മൂട്ടിക്ക് ഇന്ന് കുംഫു ക്ലാസ് ഇല്ല. സാധാരണ ഈ ദിവസം കുംഫു ഉണ്ടാവണതാണ്. അങ്ങനെ അപ്പം നമ്മൾ ഇവിടെ ഊഞ്ഞാലല്ലേ ഇത്, വരുമ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. നേരത്തെ നല്ല സുഖമായിട്ട് ചെറിയ കാറ്റൊക്കെ ഉണ്ടാവും, അപ്പോൾ അവിടെ ഇരിക്കും. പിന്നെ നമുക്കൊന്നൊരു അൺബോക്സിങ് വീഡിയോ കൂടി ഉണ്ടെങ്കിൽ, പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, നമുക്ക് ഗിഫ്റ്റായിട്ട് അവർ അയച്ചു തന്നതാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട് സംഭവം. ഇനി അത് കാണിച്ചു തരാം. അമ്മ വന്നിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സേവ് വന്നിട്ട്, അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ വേണമല്ലോ അത് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം ഞങ്ങൾ അൺബോക്സിങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ അമ്മ വന്നിട്ട് നേരെ അത് പൊട്ടിക്കുന്ന അടുത്ത പരിപാടി. പിന്നെ നമ്മുടെ ഈ പീനട്ട് നമ്മൾ വീട്ടിൽ വറുത്താട്ടോ. ഈ ഒരു ഐസ്ക്രീം ബോക്സിൽ പീനട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്ത് ഞാനൊരു പിടുത്തം കഴിക്കും. ചായ ഉണ്ടാക്കിയിട്ടില്ല, അമ്മ വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. അമ്മ ഉപ്പ് തുടങ്ങിയിട്ട് കുറച്ച് കാപ്പി കുടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ വന്നിട്ട് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പീനട്ട് എടുത്ത് ഇങ്ങനെ കഴിച്ചെന്ന് മാത്രം. ഇന്നത്തെ ഫുഡടി പരിപാടി 4 മണിയോടുകൂടി അവസാനിപ്പിക്കും. ചിലപ്പോൾ വല്ലതും ചേട്ടൻ വാങ്ങിക്കൊണ്ടിരും, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ച്. പിന്നെ ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം പിന്നെ വല്ല കുക്കുമ്പർ ക്യാരറ്റ് അങ്ങനെ കഴിക്കും, അല്ലെങ്കിൽ ഓറഞ്ച് എങ്ങാനും, അല്ലെങ്കിൽ പേരയ്ക്കോ. വേറെ ഒന്നും അങ്ങനെ കഴിക്കാറില്ല. എന്നെ അവസാനിപ്പിക്കും ഫുഡ്. എനിക്കെന്താണോ വൈകുന്നേരം അങ്ങനെ കഴിക്കാൻ തീരെ താല്പര്യമില്ല. അങ്ങനെ കഴിക്കാണ്ടിരുന്നിട്ട് അതൊരു ശീലമായിപ്പോയി. അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ആടാൻ പോവാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. വലുതായിട്ട് ആടാൻ പറ്റില്ല, നമ്മുടെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു. പക്ഷെ നമ്മൾ ആ പുറത്ത് വയ്ക്കുന്ന സ്റ്റാൻഡില്ലേ, ആ സ്റ്റാൻഡ് മേടിച്ചു. അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ ഉള്ളിലത്തെ നടക്കുമ്പോൾ എപ്പോഴും തട്ടുണ്ട്. അപ്പോൾ അത് കാരണം അതെടുത്തിട്ട് ഇവിടെ ഹാങ് ചെയ്തു. അപ്പോൾ ഇവിടെ സുഖമായിട്ടിരിക്കുക. നമ്മുടെ ഉണ്ണി ചെറുതായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഉണ്ണി വലുതാകുമ്പോ ശരിയാവും, നമുക്ക് കുറച്ചും കൂടി നമുക്ക് സമയമൊക്കെ കിട്ടുന്നുണ്ട്. ബട്ട് അതെന്റെ തെറ്റുകാരനെയായിരുന്നു. ഉണ്ണി വലുതായപ്പോഴാണ് കുറച്ചും കൂടി പണിയായത്. അപ്പൊ ഏത് സമയം അടങ്ങിയിരിക്കാണ്ട് ഇങ്ങനെ എപ്പോഴും ഓടി നടക്കും. അമ്മൂട്ടിന്റെ പോലെ അല്ലാതെ കുറച്ച് കുറുമ്പ് കൂടുതലായിട്ടുള്ള ടൈപ്പാ.
ഏതെങ്കിലും ഒരെണ്ണം കുറുമ്പ് വേണ്ടല്ലേ. എന്നിട്ട് ഭയങ്കര പാവമായിരുന്നു കേട്ടോ. അവൾക്ക് എപ്പോഴും ഞാനിങ്ങനെ മതി എന്റെ ഒപ്പം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കും, അങ്ങനെയായിരുന്നു. ഇതങ്ങനെയല്ല, ഇത് കുറച്ചൊരു ഇങ്ങനെ ആള് കുറച്ച് ആക്റ്റീവ്, കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും, കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഇതുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അവൾക്ക് ആടാൻ ഇഷ്ടം. ചിലപ്പോൾ ഉറക്കം വരുന്ന സമയമാണെങ്കിൽ ഉറങ്ങും കേട്ടോ. പിന്നെ ചെറിയൊരു കാറ്റുണ്ട്, നമ്മുടെ ആപ്പിൾ ചാമ്പ നന്നായിട്ട് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വീഴുകയാണെങ്കിൽ ഞങ്ങളത് പറക്കി കഴിക്കും. അങ്ങനെയാണ് ഓരോ ദിവസങ്ങൾ തള്ളി പോണത്. എങ്ങനെയാന്ന് എനിക്ക് തള്ളി നീക്കണത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം പ്രത്യേകിച്ച് വയ്യായൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും വേണ്ട. നമ്മുടെ വീട്ടിൽ വേറെ ആരും ഇല്ലെങ്കിലേ നമ്മൾ ശരിക്കും വട്ടം കറങ്ങും. നമുക്ക് ഉണ്ണിക്ക് വരുമ്പോ ഒരുമിച്ച് വയ്യായി വരണം, അപ്പോഴാണ് പെടുക ശരിക്കും. ഹലോ, അപ്പൊ നമുക്ക് ഒരു അമ്മൂട്ടി വന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി നമുക്കൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വിഷു അല്ല വരാൻ പോണേ. നമുക്ക് ഇനിയുള്ള ഒരു മെയിൻ ആഘോഷം എന്ന് പറഞ്ഞാൽ വിഷു ആണ്. അപ്പൊ വിഷുവിന് നമ്മള് കണി വെക്കൂല്ലോ എല്ലാരും, വിഷുക്കണി. അപ്പൊ വിഷുക്കണി പലർക്കും, ചിലർക്ക് എന്തൊക്കെ വെക്കണം എന്നറിയില്ല, ചിലർക്ക് അങ്ങനെ എല്ലാം അവൈലബിൾ ആവില്ല. അപ്പൊ നമുക്ക് എല്ലാം കൂടിയിട്ട് ഒരു സെറ്റ് ആയിട്ട് നമുക്ക് വിഷുക്കണിക്കുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു ബോക്സിലുണ്ട്. അപ്പൊ നമുക്കിത് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തന്നിട്ടുള്ളത് സൃഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിനാണ്. അപ്പൊ അവരുടെ ഇൻസ്റ്റഗ്രാം ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവരുടെ വാട്സപ്പിന്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ സ്ക്രീനിൽ വെക്കാം കേട്ടോ. അപ്പൊ അവരൊരു ഇതുപോലെ എല്ലാ ഐറ്റംസും കൂടിയിട്ട് നമുക്കിങ്ങനെ എല്ലാവരുടെയും കൊറിയർ ഉണ്ടാവും, കൊറിയർ സർവീസ് ഉണ്ട്. അപ്പൊ കൊറിയർ ആയിട്ട് അയച്ചു തരും. അപ്പൊ നമ്മളിങ്ങനെ അന്വേഷിച്ചെടുക്കാനൊന്നും പറ്റാത്തവരും, പിന്നെ നിങ്ങൾ പല പല സാധനങ്ങൾ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ മേടിക്കണേക്കാളും ഇങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് എളുപ്പമാണ്. അമ്മൂട്ടി ഇവിടെ ചവയ്ക്കണം, എന്നിട്ട് കുറുകുറുന്ന് ചവയ്ക്കണത് കപ്പല, ഞാൻ പറഞ്ഞല്ലോ കപ്പലണ്ടി വറുത്തുന്നത് പറഞ്ഞിട്ട് ചവയ്ക്കണേ. അപ്പൊ നേരം കളയാണ്ട് നമുക്ക് ഇതിൽ എന്തൊക്കെയാന്ന് നോക്കാം. ഞങ്ങളിത് പൊട്ടിച്ചിട്ടില്ല, വന്നിട്ട് ഏകദേശം ഒരു 3-4 ദിവസമായി. നമ്മൾ ഈ ഒരു ഡേ മൈ ലൈഫ് എടുക്കുമ്പോ പൊട്ടിക്കാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടായിരുന്നു. അപ്പൊ നല്ല ഭംഗിയായിട്ട് കവർ ചെയ്ത് അതിന്റെ മുകളില് ഒരു വേറൊരു കവറിങ്ങും 2-3 കവറൊക്കെ ചെയ്ത് കുറച്ച് വെയിറ്റും ഉണ്ട്. നമുക്ക് ഇതിൽ എന്തൊക്കെയാന്ന് നോക്കാം. എന്നിട്ട് അപ്പൊ ഡീറ്റെയിൽസ് വരും പാർക്കുട്ടി നമുക്ക് നോക്കാം. അപ്പൊ ഡീറ്റെയിൽസ് ഇവിടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളൊന്ന് നോക്കിയാൽ മതിട്ടാ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് വാങ്ങിക്കാം. ഇഷ്ടമല്ല വരുന്നത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അതന്നെ അതന്നെ ഞാനിവിടെ പേര് കണ്ടപ്പോ പാർക്കുട്ടി അപ്പൊ നമുക്കിത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നോക്കട്ടെ തിരക്കൂട്ടാണ്ട് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് വന്നിട്ട് ഹായ് നില ലൈഫ് സ്റ്റൈൽ മലയാളം കൊടുത്തിട്ടുണ്ട്. പ്രീമിയം വിഷുക്കണി കിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നാൽ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതില് സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോ എല്ലാം വേണ്ടാന്നുണ്ടെങ്കിൽ എന്തൊക്കെ സെലക്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടി കസ്റ്റമൈസ് ചെയ്തിട്ടും കൂടി അവൈലബിൾ ആണ്. കോൺടാക്ടിന് വേണ്ടിയിട്ട് ഇൻസ്റ്റ ID സൃഷ്ടി ഡി ആർട്ട് എന്ന് പറഞ്ഞിട്ട് വാട്സ്ആപ്പ് നമ്പർ ഇവിടെ ഞാൻ വെക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ പൊട്ടിച്ചപ്പോഴാണ് അവരുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് അവർ ടോട്ടൽ 22 ഐറ്റംസ് ആണ് ഉള്ളത് അയച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഷീറ്റിലെല്ലാം ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് അപ്പൊ നമുക്ക് ഏറ്റവും വന്നിട്ട് നമ്മുടെ കണിക്കൊന്ന, നമുക്ക് എന്താ പറയാ ആർട്ടിഫിഷ്യൽ കണിക്കൊന്നാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒറിജിനൽ കിട്ടണമെന്നില്ലല്ലോ, അതാണ് ആദ്യം വന്നത്. പിന്നെ വന്നിട്ട് മയിൽപ്പീലി, നല്ല ഭദ്രമായിട്ട് കറക്റ്റ് നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ മയിൽപ്പീലിയൊക്കെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഷമീല് ഉരുളി. ഇതൊന്ന് നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് കത്രിക, അല്ല ഉരുളി മാത്രല്ല അതിന്റെ കൂടെ ബാക്കിയുള്ള ഐറ്റംസ് ഇല്ലേ, കളിക, അതൊക്കെ ഉണ്ടോ? പിഞ്ഞാണല്ല
തളിക ഇതാ നമ്മുടെ വിളക്കൊക്കെ വെക്കാനും ബാക്കി ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള തളിക വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ തളിക മാത്രല്ല വിളക്കുണ്ട് കേട്ടോ. വിളക്കുണ്ട്, വിളക്കുണ്ട്. പിന്നെ നമുക്കിതില് ചെറിയൊരു എന്താ പറയാ ഈ അരി നെല്ലൊക്കെ ഇട്ട് വെക്കണ ചെറിയൊരു നാഴിയാണോ നാഴിന്നാണോ അതിന് പറയാ? പിന്നെ ഇത് നമുക്ക് പൊടികളൊക്കെ സിന്ദൂരം മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഇട്ട് വെക്കാനുള്ള ഒരു 1 2 3 4 കുഞ്ഞു പാത്രമുണ്ട്. പിന്നെ ഇത് ചന്ദനത്തിരി കുത്തി വെക്കാനുള്ളത്, പിന്നെ കുഞ്ഞൊരു കിണ്ടി വെള്ളം വെക്കാനുള്ളത്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ, എല്ലാ ഐറ്റംസും. പിന്നെ ഇത് നമുക്ക് 2 കുഞ്ഞു ചെപ്പുകളോ ഇങ്ങനെ ആയിരിക്കും, ഇതുപോലെ സിന്ദൂരൊക്കെ ഇടാനാവൂല്ലേ. ഇതിലുണ്ട് കേട്ടോ. അതില് ഈ ഒരു ഇതില് ചന്ദനുണ്ട്, കളഭ തോന്നുന്നുണ്ട്, പിന്നെ ഒരെണ്ണത്തില് സിന്ദൂരായിരിക്കും. ആ ഒരു ഇതില് കണ്ടിരുന്നു. അതാ സിന്ദൂരം ഉണ്ട് കേട്ടോ അതില്, ഒരെണ്ണത്തിലുണ്ട്. അങ്ങനെ 2 ചെപ്പ്. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളി ഉണ്ട് കേട്ടോ, നമുക്ക് കണി വെക്കാനായിട്ടുള്ള ഉരുളി. അതൊരു ചെക്ക് പാറുട്ടി ഇരിക്കണില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് വിത്തുകള്, അതുപോലെ തന്നെ മഞ്ചാടി, പയറ്, അതുപോലെ ചീര, പിന്നെ ഇതെന്താ സൂര്യകാന്തിയുടെ വിത്ത്, ഇത് കൈപ്പക്കയുടെ വിത്ത്, അങ്ങനെ കുറച്ച് വിത്തുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ വെക്കണം അല്ലേ? അപ്പൊ നമ്മള് കണിയില് നമുക്കൊന്നും അറിയില്ല. കൺമഷി ഉണ്ട്, ഞാൻ ഇതിൽ വെക്കാം. പിന്നെ നമ്മുടെ നാരായണീയം ഉണ്ട്, വായിക്കണ പുസ്തകമുണ്ട്. പിന്നെ ചന്ദനത്തിരി, ഇത് എണ്ണ കുപ്പി, പിന്നെ തിരി. അതങ്ങനെ വേറൊരു ബോക്സിലുണ്ട് കേട്ടോ കണി. പിന്നെ അവൾക്ക് എന്തെങ്കിലും എടുത്ത് കൊടുക്കും. ആ ഗോൾഡന്റെ പേപ്പറാണ്. പിന്നത്തെ ഇതൊരു കുറുമ്പ നശിപ്പിക്കണത്. കാണാൻ വേണ്ടി അമ്മയുടെ അടുത്ത് വരും. പിന്നെ നമുക്ക് ഇതേ നല്ല ഭംഗിയുള്ളൊരു വാൽക്കണ്ണാടി, നല്ല ഭംഗിയായിട്ട് പിന്നെ വരുന്നത് നമ്മള് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ വെക്കില്ല, എന്താ പറയാ ചേട്ടാ ഇങ്ങനെ വീടൊന്ന് വെക്കുന്നത്? വാൽക്കണ്ണാടി തിരുവുടയാട അങ്ങനെയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ആ സംഭവം ഉണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഇത് ഊരി കഴിഞ്ഞ് അങ്ങനെ വിടർന്ന് ഇങ്ങനെ നിക്കുന്നു തോന്നുന്നു. ഇതങ്ങനെ കണ്ട അതാ ഈ സൈഡ് നല്ല ഭംഗി കാണാൻ. ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഞാനിപ്പോ തൽക്കാലം റബ്ബർ ബാൻഡ് ഇട്ട് വെക്കട്ടെ, ഒതുക്കി വെക്കുമ്പോ എടുത്ത് വെക്കും. പിന്നെ നമുക്ക് അതിന്റെ കൂടെ നോക്കട്ടെ ഒന്നും. ഇത് വന്നിട്ടുണ്ട്, ഇത് അതിന്റെ ഒപ്പമുള്ള തന്നെ തോന്നുന്നുണ്ട് ഈ സാധനം. പിന്നെ നമുക്ക് വരുന്നത് ലാസ്റ്റത്തെ കൃഷ്ണന്റെ ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, ഉള്ളിലൊരു ക്ലോത്തും കൂടി ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു അതാണോ? അല്ല, കണി വെക്കുമ്പോ പട്ട്. പട്ട് ശരിയാ, അതാട്ടോ എനിക്കറിയില്ലേ. അടുത്തത് വന്നിട്ട് നമ്മുടെ ഇത് നമുക്ക് തുറക്കണ്ടേ? തുറക്കണെങ്കിൽ നോക്കൂ പാർക്കുട്ടി. അപ്പൊ അതാ നമ്മുടെ ഇതാണ് വിഗ്രഹം വന്നിട്ടുള്ളത്. നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. അത്യാവശ്യം വലിപ്പുണ്ട് കേട്ടോ. ഇത് എത്രത്തോളം വലിപ്പുണ്ട് എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 23 ഇഞ്ച് ഫൈബർ ഗ്ലാസിന്റെ ആണ് കേട്ടോ കൃഷ്ണന്റെ വിഗ്രഹം വന്നിട്ടുള്ളത്. അതാ നമ്മുടെ പിന്നാണ് കൃഷ്ണന്റെ വിഗ്രഹം. ഇതാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
കണ്ണൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വരുന്നത്. 22 ഐറ്റംസ് കഴിഞ്ഞു ഇല്ലേ? അപ്പൊ നമുക്ക് ഒരു കണിക്ക് വെക്കേണ്ട എല്ലാ ഐറ്റംസും ഇതിൽ വന്നിട്ടുണ്ട്. സാമീൻ തൊഴുതേ. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നില്ല. അപ്പൊ അവരെ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാൻ പറ്റും. ചെക്ക് ചെയ്താൽ മതി, അവർക്ക് DM ചെയ്താൽ മതി. അപ്പൊ ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തും ചെയ്യാൻ പറ്റും. നമുക്ക് ഇതെല്ലാം വേണമെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടി ഇട്ടും ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് താങ്ക് യു നമുക്ക് ഇത് അയച്ചു തന്നത്. അപ്പൊ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അമ്മൂട്ടിക്ക് ശിവരാത്രിക്ക് ഡാൻസ് പഠിപ്പിക്കുന്നതിന്റെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യായിരുന്നു കേട്ടോ. അപ്പൊ ചേട്ടനും ഉണ്ണീനും ബാത്ത് ടബില് വെള്ളമൊക്കെ വെച്ച് ജസ്റ്റ് മേല് കഴിക്കാൻ വേണ്ടു. അപ്പൊ മേല് കഴിച്ചോണ്ടിരിക്കുക. ആ ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ചിലപ്പോ ഇതിലിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ നോർമലായിട്ട് വെറുതെ കഴുകിയെടുക്കുന്നു. തുളസിയുടെ ഇലയിട്ടിട്ട് കേട്ടോ മേല് കഴിക്കാം. നമ്മളവിടെ നിന്ന് പൊട്ടിച്ചിട്ട് കയ്യിലിട്ട് തിരുമ്പിയിട്ട് വെള്ളത്തിൽ കൊടുക്കും. അങ്ങനെയാണ് മേല് കഴിക്കുക കേട്ടോ. അപ്പോ നമ്മള് അടുക്കളയിലത്തെ പണി വൈകുന്നേരത്തെ കഴിഞ്ഞു. പിന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഇല്ലേ നമ്മുടെ വീട്ടില്, എന്തോ ഒരു പ്രശ്നം പറ്റി. അപ്പോൾ LCB ഒന്നും വർക്ക് ആവുന്നില്ല. എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഇപ്പൊ കറണ്ട് പോവും, ഇൻവെർട്ടറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ത്രെഡ്മില്ലൊന്നും ഓണാക്കാൻ പറ്റില്ല. അപ്പൊ എക്സസൈസ് ചെയ്തില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. അങ്ങനെ അപ്പൊ ഇനി കുളിക്കാൻ പോവാണ്. ഞാൻ നാളേക്കുള്ള മാവൊക്കെ അവിടെ അരക്കല്ല മിക്സ് ചെയ്ത് വെച്ചു. അരച്ചിട്ടില്ല, കറണ്ട് വരുമോന്ന് അറിയില്ല. വന്നാൽ അരക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അപ്പോ ബാക്കി പരിപാടീസ് ഒക്കെ കഴിഞ്ഞു. ഇനി കുളിച്ചിട്ട് വരാട്ടോ. അപ്പൊ ഞാനിപ്പോ ഫോണിൽ എടുക്കുന്ന എന്താണെന്നറിയോ, എന്റെ വ്ളോഗിങ് ക്യാമറ പാറുട്ടി ഇന്ന് ഞാൻ വീഡിയോ എടുത്തവിടെ വെച്ചപ്പോ ഒറ്റ തട്ടിയിടല്. അതോടുകൂടി വ്ളോഗിങ് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ബാക്കി വീഡിയോ ഒക്കെ ഫോണിൽ എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ ആ ഒരു കുളി തുടങ്ങിയിട്ട് പാർട്ടിന്റെ. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും TV കാണുന്നുണ്ട്. ഞാൻ പിന്നെ ഉണ്ണിക്ക് പാല് കൊടുക്കുകയും അതുപോലെ തന്നെ ഉണ്ണി ഇങ്ങനെ അടങ്ങിയിരിക്കില്ല. അപ്പൊ അവിടെ ഞാനൊരു സ്ഥലത്ത് ഇരുന്നിട്ട് കാര്യമില്ല, അവിടെ ഓടിയിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ റൂമിന്റെ അവിടെ ചാരി ഇരുന്നു മാത്രം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു എന്താ പറയാ, നമ്മുടെ ഒരു കുട്ടിയുടെ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒക്കെ ഫുള്ള് ബിസി ആയിട്ടാണ് നമ്മുടെ ഓരോ ദിവസം കടന്നു പോകുന്നത്. ഇതിന്റെ ഇടയിൽ വീഡിയോ കൂടി എടുക്കലുണ്ട്. അപ്പോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നിന്ന് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുക. ലവ് യു ഓൾ.